ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സോ ഈ സെക്കൻഡ് സെമിസ്റ്ററിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ നോൺ സിനിസോയിഡലായിട്ടുള്ള ഓസിലേറ്റേഴ്സിനെയാണ് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നോൺ സിനിസോയിഡൽ നേച്ചർ ഇല്ലാത്ത, അതായത് സൈൻ തീറ്റ ആംഗുലർ ഫോമിൽ അല്ലാത്ത രീതിയിൽ ഉള്ള വേവ് ഫോംസിനെയാണ് അല്ലെങ്കിൽ ഓസിലേഷൻസിനെയാണ് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇങ്ങനെ സ്ക്വയർ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓൺ ഓഫ് എന്നുള്ള ഫോമിലായിക്കണമെന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തത്. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇറ്റ് കുഡ് ബി എ ട്രയാങ്കുലർ. ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. സോ യെസ്, ഇറ്റ്സ് എ ഡെഫിനിഷൻ. എനി നോൺ സിനിസോയിഡൽ വേവ് ഫോം, ഔട്ട്പുട്ടിൽ എനി നോൺ സിനിസോയിഡൽ വേവ് ഫോം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയും. അതിനുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മളിവിടെ സൈൻ വേവ് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് രണ്ടും പറഞ്ഞ സൈൻ വേവ് വിത്ത് അൺഡാംപ്ഡ് സൈൻ വേവ് ആൻഡ് ഡാംപ്ഡ് സൈൻ വേവ്. സോ ദിസ് ഈസ് ആൻ ഓസിലേറ്റർ. സോ ഇത് കൂടാതെയുള്ള ബാക്കി എന്തും ഇറ്റ് കംസ് അണ്ടർ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി എ സ്ക്വയർ വേവ്, ഇറ്റ് കുഡ് ബി എ റെക്റ്റാങ്കുലർ വേവ്. സോ സ്ക്വയർ വേവും റെക്റ്റാങ്കുലർ വേവും തമ്മിലുള്ള വ്യത്യാസം ഓൺ ടൈമും ഓഫ് ടൈമും ഒന്നായിരിക്കില്ല. ഓൺ ടൈം കുറച്ചാണ്, ഓഫ് ടൈം കൂടുതലാണ്. അതായത് ദിസ് ഈസ് ഓൺ, ദിസ് ഈസ് ഓഫ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സീ സ്ക്വയർ വേവിൽ രണ്ടും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിതിനെ 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയും. ഞാൻ അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓൺ ഓഫ് ടൈം വിൽ ബി സെയിം. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെക്റ്റാങ്കുലർ വേവ് ഫോം, ഓൺ ടൈം കുറവാണ്, അല്ലെങ്കിൽ ഓഫ് ടൈം. ഇത് നേരെ തിരിച്ചു ആവുന്നുണ്ടോ? അതായത് ചുരുക്കി പറഞ്ഞാൽ ഓൺ ടൈം ഈസ് നോട്ട് ഈക്വൽ ടു ഓഫ് ടൈം. ഇതിനാണ് നമ്മൾ റെക്റ്റാങ്കുലർ വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി യു ഹാവ് സോ ടൂത്ത് വേവ് ഫോം, യു ഹാവ് ട്രയാങ്കുലർ വേവ് ഫോം. യു ക്യാൻ സീ ദ ഡിഫറൻസ് ഹിയർ. ദെൻ യു ഹാവ് സ്വീപ്പ്, യു ഹാവ് പൾസ്. ഓൾ ദീസ് വേവ് ഫോംസ് അല്ലെങ്കിൽ ഓൾ ദീസ് തിങ്സ് കംസ് അണ്ടർ മൾട്ടി വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ സിനിസോയിഡൽ വേവ് ഫോംസ്. സോ എനി ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് നോൺ സിനിസോയിഡൽ വേവ് ഫോംസ്, അതായത് സൈൻ വേവ് അല്ലാത്ത തരത്തിലുള്ള വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്ററിനെയാണ് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ മൾട്ടി വൈബ്രേറ്റേഴ്സ് റിയലൈസ് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐ സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ലൈക്ക് ടൈമർ ഐ സി നമ്മൾ അതിന് പറയുക. ഇറ്റ്സ് നോൺ ആസ് 555. സോ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ലാബിൽ ചെയ്യാറുണ്ട്. സോ ഇത്രയും മനസ്സിലാക്കുക. ദ കീ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് to realize multivibrator is especially rectangular wave അല്ലെങ്കിൽ സ്ക്വയർ വേവ് multivibrator ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ it is like we use 555 IC. okay, so but ബേസിക് ആയിട്ടൊരു മൾട്ടിവൈബ്രേറ്റർ ലൈക്ക് നമ്മുടെ ഓൺ ഓഫ് മൾട്ടിവൈബ്രേറ്റർ, ദിസ് ടൈപ്പ് ഓഫ് മൾട്ടിവൈബ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ട്രാൻസിസ്റ്റർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. സോ അതിലേക്ക് ഞാൻ കിടക്കാം. ഓക്കെ, so this is the intro of multivibrator. You can, any non-sinusoidal waveform is known as multivibrator. Okay, any devices that produces is known as multivibrator. ഇനി ഒരു സിഗ്നൽ എടുക്കുക. So imagine we are considering a square wave. Okay, a square wave have these parameters, like it will have a high or 1 and it will have a low or 0. Okay, high corresponds to 1 and low corresponds to 0 in binary. Okay, സോ ഒരു ബൈനറി ഔട്ട്പുട്ട് തരുന്ന ഒരു വേവ് ഫോമാണ് സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. അതായത് 1-0-1-0 ലൈക്ക് ദാറ്റ്. ആൻഡ് ഒരു കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മളൊരു ക്ലോക്ക് എന്ന് പറയുന്നത്, ഒരു ഫുൾ സൈക്കിൾ. ക്ലിയർ? ഇത് നമ്മൾ ഡിജിറ്റലിൽ ഡീൽ ചെയ്തപ്പോൾ നമ്മൾ ഓക്കെ, നിങ്ങൾക്ക് ഡിജിറ്റൽ നെക്സ്റ്റ് സെമിസ്റ്ററാണ്. സോ അതിൽ നമ്മൾ കൂടുതൽ പഠിക്കും വ്യക്തമായിട്ട്. ബട്ട് ഇത്രയും മനസ്സിലാക്കാം. 1 സിംഗിൾ സൈക്കിൾ. ഓക്കെ, സ്റ്റാർട്ട് ഓഫ് 1 ടു സ്റ്റാർട്ട് ഓഫ് 1, അല്ലെങ്കിൽ ഹൈൻ്റെ തുടക്കം മുതൽ അടുത്ത ഹൈൻ്റെ തുടക്കം വരെ ഉള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലത്തെ ഒരു ഹൈ അല്ലെങ്കിൽ ലോ, അതിൻ്റെ പീരീഡിനെയാണ് നമ്മൾ ക്ലോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കുഡ് ബി ദി വിഡ്ത്ത് ഓഫ് ദിസ് ഓർ ദി വിഡ്ത്ത് ഓഫ് ദിസ്. സോ ഇറ്റ് കുഡ് ബി എനിത്തിങ്. സോ ഈ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ ക്ലോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ക്ലോക്ക് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലോക്ക് പീരീഡ് ഗീവ്സ് യു ഡ്യൂട്ടി സൈക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടി സൈക്കിൾ. അതായത് ഹൈ എത്രത്തോളം ഉണ്ടാവണം, ലോ എത്രത്തോളം ഉണ്ടാവണം. സേ ഫോർ എക്സാമ്പിൾ 100% ആണെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഹൈ ഉണ്ടാവണം, എത്ര പെർസെൻറ്റേജ് ലോ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ലൈക്ക് എ 50%
ഡ്യൂട്ടി സൈക്കിൾ. ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ പെർസെൻറ്റേജിലാണ് പറയുക. സോ ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ 50% ആണ്. ദാറ്റ് മീൻസ് 50% ഹൈ, 50% ലോ. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സ്ക്വയർ വേവ്. ഓക്കെ, സ്ക്വയർ വേവിനാണ് 50% ഹൈയും 50% ലോ ഉണ്ടാവുക. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഒന്നും കൂടി ഞാൻ പറയാം. ഡ്യൂട്ടി സൈക്കിൾ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ക്ലോക്ക് വിഡ്ത്ത് ടു ക്ലോക്ക് പീരീഡ്. ക്ലോക്ക് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലോക്ക് പീരീഡ് ഗിവ്സ് യു ഡ്യൂട്ടി സൈക്കിൾ. So it could be 30-70 or it could be 80-20 like that. Clear? So 80% on, 20% off. So അങ്ങനെയൊക്കെ നമുക്ക് വേവ് ഫോംസ് പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എ ഫോളിംഗ് എഡ്ജ്. അതായത് 1 നിന്ന് 0ലേക്ക്, ഹൈ നിന്ന് ലോയിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷനെയാണ് നമ്മൾ ഫോളിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അതേപോലെ ലോ നിന്ന് ഹൈയിലേക്ക് പോകുന്ന ആ ട്രാൻസിഷനെയാണ് നമ്മൾ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒരു വേവിൻ്റെ പാരാമീറ്ററാണ്. ലൈക്ക് ഒരു ജനറൽ സ്ക്വയർ വേവിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സാണ്. സോ ഇത്രയും മനസ്സിലാക്കുക. വാട്ട് ഈസ് ക്ലോക്ക് പീരീഡ്, വാട്ട് ഈസ് ക്ലോക്ക് വിഡ്ത്ത് ആൻഡ് വാട്ട് ഈസ് ഡ്യൂട്ടി സൈക്കിൾ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇതാണ് ഒരു ജനറൽ ഐഡിയ. ഇനി ദർ ആർ 3 types ഓഫ് multivibrators. ലൈക്ക് ഓൺ ഓഫ് multivibrators 3 types ആണ്. ഫസ്റ്റ് വൺ ഈസ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, ദെൻ മോണോസ്റ്റേബിൾ, ദെൻ ബൈസ്റ്റേബിൾ. നിങ്ങൾ ഡെഫിനേഷനൊക്കെ നിങ്ങൾ വായിച്ചോളൂ, ബട്ട് ദ കൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റാണല്ലോ ഉള്ളത്. ലൈക്ക് ഞാൻ സ്ക്വയറിൻ്റെ ഓൺ ഓഫിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റാണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് 2 സ്റ്റേറ്റ്? ഹൈയും ലോയും, അല്ലെങ്കിൽ 1ഉം 0യും. സോ ഈ 1ഉം 0യും 2 സ്റ്റേറ്റും സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ലൈക്ക് എ സ്ക്വയർ വേവ്, നമ്മൾ മുമ്പ് കണ്ട ഇതിൽ കണ്ട ഈ സ്ക്വയർ വേവ്. സോ it goes on like this. After some time it goes to low, after some time it goes to high, then low, then high. So both the states are not stable. It keeps on switching. 1 നിന്ന് 0ലേക്കും 0 നിന്ന് 1ലേക്കും ഇങ്ങനെ മാറി മാറി സ്വിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് 2 സ്റ്റേറ്റും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ടൈപ്പ് ഓഫ് a device that produces that kind of waveform is known as unstable multivibrator. It is also known as ഫ്രീ റണ്ണിങ് മൾട്ടിവിബ്രേറ്റർ. കാരണം ഫ്രീ ആയിട്ട് അത് പിന്നെ ദർ ഇസ് നോ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ്സ്. ഒരേ സൈക്കിൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൾട്ടിവൈബ്രേറ്റർ. സോ അതിനാണ് നമ്മൾ ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ആക്ച്വലി ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയിൽ യു വിൽ ഗെറ്റ് സ്ക്വയർ വേവ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. സോ ബേസിക്കലി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഓൺ ഓഫ് കൊടുക്കണം എന്ന് വിചാരിക്കാം. ലൈക്ക് ഇത്ര സമയം ഓൺ, ഇത്ര സമയം ഓഫ്, ഇത് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. ഇപ്പോൾ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത്, ലൈക്ക് കുറേ സമയം ഓൺ ആവുന്നു, കുറേ സമയം ഓഫ് ആവുന്നു. സോ ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈക്ക് ലാപ്പിലുണ്ടാവും അങ്ങനത്തെ ഒരു LED, നിങ്ങളുടെ മൊബൈലുണ്ടാവും അങ്ങനത്തെ ഒരു LED. ഈവൻ ഇപ്പോൾ ഇറങ്ങുന്ന കാറ് നമ്മൾ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ദർ ഇസ് എ റെഡ് ലൈറ്റ് ഇൻസൈഡ്. ഞാനിപ്പോൾ തോന്നിയൊരു എക്സാമ്പിളാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടോ. ദർ ഇസ് എ റെഡ് ലൈറ്റ് ഇൻസൈഡ്. അത് കോൺസ്റ്റൻ്റ്ലി ഒരു ടൈമിങ്ങിലാണ് ഓൺ ഓഫ് ചെയ്യുന്നത്. സോ എനിത്തിങ് ദാറ്റ് ഗീവ്സ് പീരിയോഡിക് ഔട്ട്പുട്ട് ഇൻ എ സ്ക്വയർ ഫോം ലൈക്ക് ഓൺ ഓഫ് ഫോം ഈസ് നോൺ ആസ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് മൾട്ടിവൈബ്രേറ്റർ. ബോത്ത് ദ സ്റ്റേറ്റ്സ് ആർ നോട്ട് സ്റ്റേബിൾ. ഇനി മോണോസ്റ്റേബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ലൈക്ക് ഒന്നില്ലെങ്കിൽ ഹൈ സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ലോ സ്റ്റേബിൾ ആയിരിക്കും. ക്ലിയർ? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വൺ ഷോട്ട് മൾട്ടി വൈബ്രേറ്റർ. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 ആണ് സ്റ്റേബിൾ എന്ന് വിചാരിക്കുക. അതായത് 0 സ്റ്റേറ്റ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പെട്ടെന്ന് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ഹൈയിലേക്ക് പോകും. പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് അത്രയും നേരം അത് സ്റ്റേബിളായി നിൽക്കും. പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി താഴെ വരും. പിന്നെ അത് ഏതാണോ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. സോ അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് 0 അല്ലെങ്കിൽ 1 ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും. നമ്മളൊരു എക്സ്റ്റേണൽ ട്രിഗർ, ദാറ്റ്സ് ദ ക്യാച്ച്. അതായത് എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കുമ്പോൾ മാത്രമാണ് അത് അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് വിട്ടിട്ട് മറ്റേ സ്റ്റേറ്റിലേക്ക്, അതായത് വേറൊരു സ്റ്റേറ്റ് ഉണ്ടാവില്ല, ആ സ്റ്റേറ്റിലേക്ക് അത് പോവുക. അത് ഒരു നിശ്ചിത സമയത്തേക്ക് ആ സ്റ്റേറ്റിൽ നിന്ന ശേഷം ഓട്ടോമാറ്റിക്കലി തിരിച്ച് ഏതാണോ സ്റ്റേബിൾ സ്റ്റേറ്റ് അതിലേക്ക് തിരിച്ചു വരും. പിന്നീട് ഒരു ട്രിഗർ കൊടുത്താൽ മാത്രമേ മറ്റേ സ്റ്റേറ്റിലേക്ക് പോകും. ക്ലിയർ? സോ യു നീഡ് എൻ എക്സ്റ്റേണൽ ഇൻപുട്ട് ഫോർ ദിസ് മൾട്ടിവൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇനി ബൈസ്റ്റേബിൾ ആണെങ്കിലോ ബോത്ത് ദ സ്റ്റേറ്റ്സ് ആർ സ്റ്റേബിൾ. ഫോർ എക്സാമ്പിൾ 2 ഇൻപുട്ട് ഉണ്ടാവും, 2 ട്രിഗർ ഉണ്ടാവും. സോ ഇതിപ്പോൾ ലോവിലാണെന്ന് വിചാരിക്കുക. ഇമാജിൻ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഈസ് ഇൻ ലോ
നിങ്ങൾ ട്രിഗർ കൊടുക്കുമ്പോൾ അത് ഹൈയിലേക്ക് പോകും, അത് ഹൈയിൽ തന്നെ നിൽക്കും കുറേ നേരം. നിങ്ങൾ അടുത്ത ട്രിഗർ കൊടുക്കുമ്പോൾ മാത്രമാണ് താഴേക്ക് വരിക, അത് താഴെ തന്നെ നിൽക്കും. ദെൻ നെക്സ്റ്റ് ട്രിഗർ ഗോസ് ടു ഹൈ, നെക്സ്റ്റ് ട്രിഗർ ഗോസ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രിഗർ ഇൻപുട്ട്. സോ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളൊരു ട്രിഗർ കൊടുത്ത് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അത് ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും എത്ര നേരം വേണമെങ്കിൽ, അടുത്ത ട്രിഗർ കൊടുക്കുന്നവർ. സോ യു ആർ ഡിസൈഡിങ് വെൻ ദി സ്റ്റേറ്റ് ഷുഡ് ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ ദ യൂസർ ഈസ് ഡിഫൈനിങ് വെൻ ദി സ്റ്റേറ്റ് ഷുഡ് ചേഞ്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആ ഒരു സ്റ്റേറ്റിൽ തന്നെ അവൻ നിൽക്കും. സോ ദാറ്റ് മീൻസ് ദാറ്റ് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ അവൻ സ്റ്റേബിളാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത സെമസ്റ്ററിൻ്റെ ബേസിക് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു വേർഡാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ബേസിക് മെമ്മറി എലമെൻറ്റ്. അത് നമ്മൾ രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ബേസിക് മെമ്മറി എലമെൻ്റാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, എന്തുകൊണ്ടാണ് ബേസിക് മെമ്മറി എലമെൻറ്റ് എന്ന് പറയുന്നത്? കാരണം any microprocessor or any processing unit will need a memory, and memory RAM, ROM, അങ്ങനെ പല ടൈപ്പ് ഓഫ് മെമ്മറീസ് വാട്ട്സെവർ, ഇറ്റ് ഓൾ ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മെമ്മറീസ് രജിസ്റ്റേഴ്സ്. ഇനി രജിസ്റ്റേഴ്സ് എന്താ സ്റ്റോർ ചെയ്യുന്നത്? സീറോസും വൺസും ആണ്. ഇനി ജസ്റ്റ് യു കണക്ട് ദിസ്. നമ്മളൊരു ട്രിഗർ കൊടുക്കുമ്പോൾ അത് 1 അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, നമ്മളൊരു ട്രിഗർ കൊടുക്കുമ്പോൾ 0 മെയിൻറ്റെയിൻ ചെയ്യും. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്? ഐദർ ഇറ്റ് ഈസ് സ്റ്റോറിങ് 1 or storing 0. So anything that stores is known as memory. Clear? ഏതെങ്കിലും ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അതുകൊണ്ട് തന്നെയാണ് ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റൽ മെമ്മറി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ ചുരുക്കി പറഞ്ഞാൽ അസ്റ്റേബിൾ ഒരു 2 സ്റ്റേറ്റും സ്റ്റേബിൾ അല്ല, ഇത് മാറി മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോ ഇൻപുട്ട്. മോണോസ്റ്റേബിൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്, എത്ര നേരം അത് പിന്നെ ആ സ്റ്റേറ്റിൽ നിൽക്കണം എന്നുള്ള ഡിസൈൻ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അത് താഴെ വരും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എൻ എക്സ്റ്റേണൽ ട്രിഗർ, ഒരു സിംഗിൾ ട്രിഗർ. ബൈസ്റ്റേബിൾ ആണെങ്കിൽ 2 സ്റ്റേറ്റും സ്റ്റേബിളാണ്, നമ്മൾ ട്രിഗർ കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞ പോലെ 555 IC ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ടൈമർ IC തന്നെ പറയാം. അതായത് എന്തെങ്കിലും ഒരു ഡിവൈസിന് ടൈമിംഗ് കൊടുക്കാൻ, ടൈമറായിട്ട് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ഇതിൻ്റെ മെയിൻ പർപ്പസ് അതാണ്, യൂസ് ചെയ്യുന്ന ഒരു IC ആണ് 555 IC. ഓക്കെ, സോ ഇത് ഇറ്റ് ഈസ് എൻ 8-pin IC. യൂഷ്വലി കംസ് ഇൻ ഡിപ്പ് പാക്കേജ്. സോ അല്ലെങ്കിൽ ടിപ്പിക്കൽ പർപ്പസ് വി യൂസ് ആസ് എ ഡിപ്പ്. നമ്മുടെ ലാബിലൊക്കെ ഉള്ളത് ഡിപ്പ് പാക്കേജ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് 8 pins. സോ നമ്മളിത് കൂടുതൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ബട്ട് ഇറ്റ് ഹാസ് എ ഗ്രൗണ്ട്, എ ട്രിഗർ. ഓക്കെ, മോണോസ്റ്റേബിളിലും ബൈസ്റ്റേബിളിലും യൂസ് ചെയ്യണമെങ്കിൽ യു നീഡ് എ ട്രിഗർ, ദെൻ എൻ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ഇഫ് യു വാണ്ട് ടു റീസെറ്റ് everything, you have a reset pin. Then a control voltage is there, you can control the flip-flop output voltage. Then threshold, so beyond the, it's a comparator, so it goes to a comparator. So beyond the threshold it won't work. Then there is a discharge, it depends upon the discharge capacitor. Timing in a control ചെയ്യുന്ന പിന്നാണത്. Okay, then you have the supply VCC plus VCC. So mainly what we use is plus VCC, then output, trigger, ground. Okay, so ഇത്രയും പിന്നുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുക. എനിവേ 555 is widely used. This IC is widely used for timing purpose, or especially used for multi-vibrators. Clear? ഇനി ഫസ്റ്റ് വൺ, അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ it could be realized using transistor and also using 555 IC. Okay, ഒരു ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ it is connected in this fashion. See, you have 2 transistors back to back, and ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് is connected to the collector of this transistor, and this transistorൻ്റെ base is connected to the collector of this transistor through a coupling capacitor C1 and C2. You have biasing resistors R1 and R4, and then you have a resistive network. ഒരു നെറ്റ്വർക്കിന് വേണ്ടി, RC നെറ്റ്വർക്കിന് വേണ്ടി you have R2 and R3. സോ ഇതൊരു നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത് വളരെ രസകരമായൊരു സർക്യൂട്ടാണ്. ലൈക്ക് എ സീസോ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു സീസോ പോലെ തന്നെ വർക്ക് ചെയ്യാം. ദെൻ യു കണക്ട് ദ VCC ഹിയർ ആൻഡ് ഹിയർ ഗ്രൗണ്ട്. സിമ്പിൾ സർക്യൂട്ടാണ്. ഓക്കെ, സോ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ്, VC1 എന്നും VC2 എന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഇനി ഏതെന്ന് ഔട്ട്പുട്ട് എടുത്താലും ഒന്ന് തന്നെയാണ്. ക്ലിയർ? ജസ്റ്റ് ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ക്ലിയർ? ബോത്ത് ഔട്ട്പുട്ട്സ് ആർ സെയിം.
ഇനി ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ സോ വാട്ട് ആക്ച്വലി ഈസ് ഹാപ്പനിങ് ഈസ് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആദ്യം വർക്ക് ചെയ്യും ബിക്കോസ് ഓഫ് ദി മാനുഫാക്ചറിങ് ഡിഫറൻസസ് ഇല്ലേ. രണ്ട് ട്രാൻസിസ്റ്റർ സെപ്പറേറ്റ്, അവിടെയാണ് അതിൻ്റെ ക്യാച്ച്. അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഡെഫിനേഷൻ തുടങ്ങുന്ന അവിടെ നിന്നാണ്. രണ്ട് ട്രാൻസിസ്റ്ററും ഒരേപോലെ അല്ല, രണ്ട് വ്യക്തികൾ ഒരേപോലെ അല്ലാത്ത പോലെ തന്നെയാണ്. കാരണം നമുക്കൊരിക്കലും അങ്ങനെ ഐഡിയലായിട്ട് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാൻ കഴിയില്ല പ്രാക്ടിക്കൽ കേസിൽ. ചില ട്രാൻസിസ്റ്റേഴ്സ് വിൽ കണ്ടക്ട് ക്വിക്ക്ലി, ചിലത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് ട്രാൻസിസ്റ്ററും അറ്റ് എ സിംഗിൾ മൊമെൻറ്റിൽ വർക്ക് ചെയ്യില്ല. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് മൾട്ടിവൈബ്രേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൾട്ടിവൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു 1000 ട്രാൻസിസ്റ്റർ ഉണ്ടാക്കി, ഓരോ ട്രാൻസിസ്റ്ററും എന്തെങ്കിലും ഒരു ജംഗ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു എന്താ പറയുക, ശരിക്കും അത് ഡിഫക്റ്റാണ് അല്ലേ. ആ ഒരു ഡിഫക്റ്റിനെ ക്യാച്ച് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിവൈബ്രേറ്റർ യൂസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ ഫസ്റ്റ്, ഓക്കെ, രണ്ടിലേക്കും സപ്ലൈ, ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ ഫസ്റ്റ്, സോ ദ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. Okay, it will also what cause this capacitor to charge. ഈ കപ്പാസിറ്റർ ഇല്ലേ, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും, ഇത് പതുക്കെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ചെയ്യും. സോ ചുരുക്കി പറഞ്ഞാൽ ഇത് ഓഫാണ്, ഇത് ഓണാണ്, സിമ്പിൾ ഇതിൽ കേട്ടോ. ഇനി കപ്പാസിറ്ററിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അത്രയും ചാർജ് ചെയ്യും, അത് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യും. സോ വെൻ ഇറ്റ് ഡിസ്ചാർജസ് ഇറ്റ് ടേൺസ് ഓൺ ദിസ് ട്രാൻസിസ്റ്റർ. സോ ഇത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ, ഇവിടെ വോൾട്ടേജ് ഇല്ല, സോ ദിസ് ഈസ് ഓഫ് ആൻഡ് ദിസ് ഈസ് ഓൺ. സിമ്പിൾ കൺസെപ്റ്റ്. സോ ഇത് ഡിസ്ചാർജിങ് പാത്ത് ഇതാണ് കണ്ടോ, ഇവിടെ ആരോ മാർക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് വിൽ ജസ്റ്റ് ഡിസ്ചാർജ് ത്രൂ ദിസ് ആൻഡ് ദെൻ കോസസ് ദിസ് ട്രാൻസിസ്റ്റർ. കാരണം ബേസിലേക്ക് വോൾട്ടേജ് കിട്ടി, അല്ലെങ്കിൽ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ബേസ്, വി വിൽ ഗെറ്റ് എ VBE വോൾട്ടേജ് ആൻഡ് ദെർഫോർ ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ ആൻഡ് ദിസ് ഈസ് ഓഫ്. പിന്നെ ഇത് പതുക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങും, ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും. സോ ദിസ് ഈസ് ഓഫ് ആൻഡ് ദിസ് ഈസ് ഓൺ. സോ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ സീസോ. ക്ലിയർ? സോ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് unstable multivibrator is possible. And you note one thing, there is no input to unstable multivibrator. ഇതേ സാധനം തന്നെ നമ്മൾ 555 ടൈമറിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 555 IC ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം. ആൻഡ് ഈ ഒരു ഓൺ ടൈമും ഓഫ് ടൈമും ഡിപ്പെൻഡ് ചെയ്യുന്നത് R1, R2 ആൻഡ് C1 കോമ്പിനേഷനാണ്. അതായത് R1 ആൻഡ് R2 റെസിസ്റ്റർ ആൻഡ് C1 കോമ്പിനേഷൻ. യു ക്യാൻ സീ ഹിയർ output frequency is 1.44 divided by R1 plus 2 R2 into C1. ഇതാണ് output frequency. And you can see the train of pulses. You have T1 and T2. Okay, T1 is defined as അതായത് ഓൺ ടൈം, അതാണ് T1 0.693. ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആവശ്യമില്ല. സോ ജസ്റ്റ് നോട്ട് ദി ടൈം പീരീഡ് ഓഫ് unstable multivibrator. Okay, so T1 is 0.693 into R1 plus R2 C1. T2 is 0.693 R2 C1. ഇനി ടോട്ടൽ ടൈം പീരീഡ്, അതായത് ക്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞ സാധനം T ഈസ് T1 പ്ലസ് T2 ആൻഡ് ദിസ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് 0.693, അതായത് 1.44 by 1 ഈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ഈസ് T. ഓക്കെ, 1 by 1.444 ഈസ് 0.693 ഇൻറ്റു R1 പ്ലസ് 2 R2 ഇൻറ്റു C1. സോ ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ് ഓഫ്. സോ ദിസ് ഈസ് ഹൗ യു ഡിസൈൻ the frequency of the output waveform. Okay, ഒരു സ്ക്വയർ വേവിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ സ്ക്വയർ വേവിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡിസൈൻ ചെയ്യുന്ന യു കൺസിഡർ ദ വാല്യൂസ് ഓഫ് R1, R2 ആൻഡ് C1. ഇതിലിപ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യുക, R1ഉം യു അസ്യൂം ദ വാല്യൂ ഓഫ് 2 components like C1 and R2 you assume, and then you design R1. അങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് the unstable multivibrator using transistor and 555. Now monostable multivibrator. So you have same circuit configuration, ചെറിയ difference ഉള്ളൂ. There is no coupling capacitor here, and the resistor R4 is directly connected to the base, and there is an external trigger. ഇതാണ് നമ്മൾ പറഞ്ഞ monostable multivibrator. Okay, this is using transistor and this is using 555. So you have this combination R1 and C1. See, R1 and C1. സോ ഈ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഏതാണോ സ്റ്റേബിൾ അല്ലാത്ത സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ടൈം ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ് അല്ലേ. നമ്മളൊരു ട്രിഗർ കൊടുത്താൽ, സി ദിസ് ട്രിഗർ, നമ്മളൊരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അതൊന്ന് മാറും. സി ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ സ്റ്റേബിൾ സ്റ്റേറ്റ്, അതായത് ഓൺ ആണ് സ്റ്റേബിൾ സ്റ്റേറ്റ്.
നമ്മളൊരു പൾസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? സി യു ഹാവ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദി ഓഫ് സ്റ്റേറ്റ്. സോ ഇത് ട്രിഗർ പൾസ് എന്നാണ് പറയുന്നത്, ബട്ട് ഐ ആം ടേക്കിംഗ് ദിസ് വേവ് ഫോം ആസ് എൻ എക്സാമ്പിൾ. സോ യു ആർ ഗിവിങ് എ പൾസ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ലോ. സോ ഈ ഒരു ടൈം പീരീഡ് ഡിസൈൻ ചെയ്യുന്നത്, സി ഇനി നമ്മളിത് മൊത്തത്തിലേക്ക് വരിക. ഈ ഒരു ടൈം പീരീഡ് ഡിസൈൻ ചെയ്യുന്നത് R1 ആൻഡ് C1 കോമ്പിനേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 1.1 R1 C1. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റ്. സോ ഇത് എത്ര നേരം ഓണായിരിക്കണം അല്ലെങ്കിൽ എത്ര നേരം ഓഫായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇക്വേഷനാണ് 1.1 R1 C1. സോ യു അസ്യൂം വാല്യൂ ഓഫ് C1 ആൻഡ് ദെൻ യു ഡിസൈൻ R1 ബിക്കോസ് യു നോ വാട്ട് T1. ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡ് നേരത്തേക്ക് ഓൺ ആയിരിക്കണം. സോ ഇത് എവിടെ വരിക? നമ്മളൊരു മൈക്രോവേവ് ഓവൻ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. അപ്ലിക്കേഷൻ ഈസ് മൈക്രോവേവ് ഓവൻ. അതായത് നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ 2 മിനിറ്റ് നേരെ ടൈമർ ഓൺ ആവും. 2 മിനിറ്റ് നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും അല്ലേ? സോ യു ക്യാൻ സെറ്റ് ദിസ് ടൈം ആസ് 2 minutes. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ ബി ഫ്രീ. അതേപോലെ AC-ൻ്റെ ടൈമർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, രാത്രി 6 മണിക്കൂർ സെറ്റ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ആവും. അതിൽ TV-യുടെ ടൈമർ. സോ എനിവേർ നിങ്ങൾ ടൈമർ കണ്ടു കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇനി എവിടെ നമ്മളൊരു ടൈമിംഗ് സെറ്റ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ വരുന്നു, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ടൈമർ സർക്യൂട്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. യു യൂസ് R1 C1 കോമ്പിനേഷൻ ടു ഡിസൈൻ ദി നോൺ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റാണോ സ്റ്റേബിൾ അല്ലാത്ത അത് ഡിസൈൻ ചെയ്യാൻ ഈ ഒരു കോമ്പിനേഷൻ യൂസിങ് ദിസ് ഇക്വേഷൻ. സോ 1.1 R1 C1. So that's very important. So you can see here the representation. You have series of triggering pulses and you have series of out. This is not a square wave. Okay, നമ്മൾ മുമ്പ് കണ്ട പോലെ സ്റ്റേബിൾ ആണെന്ന് വിചാരിക്കരുത്. പൾസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതതിൻ്റെ സ്റ്റേറ്റ് വിട്ട് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ക്ലിയർ? So this is monostable multivibrator. Then you have bistable multivibrator. Again using 2 transistors. You get rid of coupling capacitors. You connect it like this. You have 2 inputs, set and reset. ആ രണ്ട് ഇത് നമ്മൾ അടുത്ത സെമിസ്റ്റർ വളരെ വിശദമായിട്ട് പഠിക്കും. സോ ദിസ് ഈസ് ലൈക്ക് സെറ്റ് ആൻഡ് റീസെറ്റ്. ഓക്കെ, നമ്മൾ അതായത് ഏത് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് വരണം, യു ജസ്റ്റ് യൂസ് ദീസ് 2 ഇൻപുട്സ്, സെറ്റ് ആൻഡ് റീസെറ്റ്. ക്ലിയർ? ഇനി 555 ഉപയോഗിച്ചിട്ട് നമുക്ക് വി യൂസ് എ ഡബിൾ ത്രോ സ്വിച്ച്. നമ്മളത് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചാണ്, പലതരത്തിലുള്ള സ്വിച്ച്. ഓക്കെ, സോ ഡബിൾ പോൾ സ്വിച്ച്. സോ യു ഹാവ് എ സെറ്റ് ആൻഡ് റീസെറ്റ്. സോ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ്. ഇവിടെ നോക്കിയേ, ദിസ് എ ട്രിഗർ ഇൻപുട്ട്, ദിസ് എ റീസെറ്റ് ഇൻപുട്ട്. സോ ട്രിഗർ ഇൻപുട്ട് ഈസ് സെറ്റ് ഇൻപുട്ട്, ദിസ് ഈസ് റീസെറ്റ് ഇൻപുട്ട്. അവർ എഴുതിയത് തെറ്റിപ്പോയതാണ്. സോ ദിസ് ഈസ് സെറ്റ് ഇൻപുട്ട്, റീസെറ്റ് ഇൻപുട്ട്. സോ വെൻ യു അപ്ലൈ എ സെറ്റ് ഇൻപുട്ട്, സോ ഇമാജിൻ ദിസ് ഈസ് ആക്റ്റീവ് ലോ. അതായത് താഴേക്ക് പോകുമ്പോഴാണ് ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുക. സോ ഇത് ആക്റ്റീവ് ലോ, ആക്റ്റീവ് ഹൈ ഒക്കെ അടുത്ത സെമിസ്റ്ററിൽ ഞാൻ പറയും. ബട്ട് ഇത്രയും മനസ്സിലാക്കുക, ദർ ഇസ് എ ട്രിഗർ ആൻഡ് ദാറ്റ് ട്രിഗർ വർക്ക്സ് വിത്ത് നെഗറ്റീവ് ട്രിഗർ. ട്രിഗർ കുഡ് ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്, രണ്ടും ആവാം. ഓക്കെ, പോസിറ്റീവ് ട്രിഗർ തന്നെ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. സോ നെഗറ്റീവ് ട്രിഗർ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് ഇറ്റ് വിൽ ഗോ ഫ്രം 0 to 1 ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ ദെയർ ഫോർ എനി നമ്പർ ഓഫ് ടൈം. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ ദെയർ ഫോർ ലോങ് ടൈം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത റീസെറ്റ് ഇൻപുട്ട് വന്നു, അടുത്ത ട്രിഗർ. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ സ്റ്റേറ്റിൽ അപ്പുള്ളത് അത് നേരെ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. സോ ഇപ്പോൾ മനസ്സിലായില്ലേ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഇൻപുട്ട്സ്, സെറ്റ് ആൻഡ് റീസെറ്റ്, അല്ലെങ്കിൽ ട്രിഗർ 1 ആൻഡ് ട്രിഗർ 2. ആൻഡ് ദിസ് ഈസ് സർക്യൂട്ട് ഡയഗ്രാം. സോ ദർ ഈസ് നോ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഹിയർ അല്ലേ? കാരണം നമ്മളത് തീരുമാനിക്കുന്നത് എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം എന്നുള്ളത്. അതുകൊണ്ട് ദർ ഈസ് നോ ഫ്രീക്വൻസി ഡെഫിനേഷൻ, ദർ ഈസ് നോ ടൈം പീരീഡ് എന്ന് പറഞ്ഞ സാധനമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു കപ്പാസിറ്റർ ഇല്ലാത്തത്, അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിസൈൻ ഇല്ലാത്തത്. ഓക്കെ, R1 ആൻഡ് R2 ആർ ബയസിങ് റെസിസ്റ്റേഴ്സ്, current controlling resistors, that's all. So you have 2 inputs, set and reset. Very simple circuit. Okay, using 555. So ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് 555 യൂസ് ചെയ്യുന്നത്. കാരണം ട്രാൻസിസ്റ്റർ യു ഹാവ് ടു യൂസ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് സർക്യൂട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് IC ഒന്ന് ആലോചിക്കുക, ഒരു 555 ICയും 2 റെസിസ്റ്ററും ഇത്രയേ വേണ്ടൂ ഒരു ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ടാക്കാൻ. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കുക. ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അത് ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും, അൺലെസ് ആൻഡ് അൺടിൽ യു ഗീവ് എ ട്രിഗർ ഇൻപുട്ട്. ഓക്കെ, ഇനി വീണ്ടും ഇത് 1ലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ സെറ്റ് ഇൻപുട്ട് വീണ്ടും ലോ ആക്കണം, അത് അവിടെ തന്നെ നിന്നോളൂ. സോ 2 സ്റ്റേറ്റും സ്റ്റേബിളാണ്, അതുകൊണ്ടാണ് അതിനെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്.
സോ ഇതൊന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് എക്സാം സൂപ്പറാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.